എനിക്ക് നാരായണൻകുട്ടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നാരായണൻകുട്ടി, ഇതൊരു ഭരണകൂട കൊലപാതകമാണ് എന്നാണ് യൂസഫ് അടക്കമുള്ള നാട്ടുകാർ പറയുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം 92 കിലോമീറ്റർ ഉള്ളൊരു പാതയിൽ 18 കിലോമീറ്റർ മാത്രം ഡ്രെയിനേജ് സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്താതെ ഗൂഗിൾ മാപ്പിംഗ് വഴിയാണ് ഇവർ റോഡ് ഡിസൈൻ ചെയ്തതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ ഇടപെടാമായിരുന്നില്ലേ? നിയമസഭയിൽ ഈ വിഷയം കോങ്ങാട് MLA ഉന്നയിച്ചതല്ലേ? അപ്പോഴും വേണ്ടത്ര ജാഗ്രത നമ്മൾ കാട്ടിയിരുന്നു. ശ്രീ നാരായണൻകുട്ടി, നമസ്കാരം സാർ. വളരെ സങ്കടകരമായ ഒരു അപകടമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരിമ്പ മോചിതമായിട്ടില്ല. ഇന്നലെ ആ അപകടം നടന്ന സമയം മുതൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കോങ്ങാട് MLAയും അതുപോലെ തന്നെ മന്ത്രിമാരും ഈ അപകടത്തിന് ശേഷം അതിൻ്റെ മറ്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇവിടെ ദേശീയപാതയിൽ കരിമ്പ പഞ്ചായത്തിലെ മാച്ചാന്തോട് മുതൽ കല്ലടിക്കോട് ചെക്ക് പോസ്റ്റ് വരെ ചില പോരായ്മകളുള്ള കാര്യം ഇവിടെ ഇതിനു മുമ്പും വിവിധ യോഗങ്ങളെല്ലാം MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും രേഖാമൂലം മന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ ഉറപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് ഇത് ഗവൺമെൻറ് അയച്ചു കൊടുക്കുമെന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമാണ് രേഖാമൂലം മറുപടി. പക്ഷേ അപ്പോഴും നമുക്കറിയാമല്ലോ, ഗതാഗത വകുപ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് PWDക്ക് നൽകി സർക്കാരിന് സമർപ്പിച്ചു എന്നൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. വാസ്തവമാണോ എന്നറിയില്ല. ആ IIT റിപ്പോർട്ടിൽ പോലും ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ ഇടത്തൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ അപകടം മാത്രമല്ലല്ലോ, താങ്കൾക്കറിയാമല്ലോ, അവിടെ മറ്റു ചില അപകടങ്ങൾ, ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ, ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങൾ ഇതിനകം സംഭവിക്കുന്നുണ്ട്. 2 ആഴ്ചയിൽ 1-2 അപകടം എന്ന രീതിയിലാണ് ഈ റോഡിലെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ വേണ്ടത്ര ഒരു ഇടപെടൽ PWDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ ശ്രീ നാരായണൻകുട്ടി? ഇത് PWD മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഈ നാഷണൽ ഹൈവേയിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ അനുവാദവും വേണമെന്നിരിക്കെ നമ്മൾ ഒറ്റയടിക്ക് PWD മാത്രം ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര വളരെ അശാസ്ത്രീയമായ ഒരു ചരിവ് ഈ റോഡിലുണ്ടോ ശ്രീ നാരായണൻകുട്ടി? അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആ വഴി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്തെ ഉണ്ട് ഇവിടെ ആ ചരിവുകളെങ്കിലും കരിമ്പ പഞ്ചായത്തിലെ കച്ചേരിപ്പടി ആ ചരിവുകളെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ മുന്നിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി അത് നീക്കം ചെയ്യാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ PWDക്ക് കഴിയുമല്ലോ ശ്രീ നാരായണൻകുട്ടി? അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇങ്ങനെ ഇവിടെ അപകടം ഉണ്ടായിരുന്ന ഒരു സ്പോട്ട് എന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട MLA ഇത് നിയമസഭയിൽ ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി റോഡ് ഒന്ന് ചിപ്പ് ചെയ്തുകൊണ്ട് ഗ്രിപ്പ് അവിടെ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് നമ്മളവിടെ ആദ്യം ചെയ്തത്. അതുപോലെ തന്നെ റോഡിന് ഇരുവശവും ലൈറ്റുകൾ സ്ഥാപിക്കാനും ആ ഗ്രിപ്പ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി അപകടത്തിൻ്റെ തോത് വലിയ തോതിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം നമുക്കറിയാമല്ലോ, വാഹനങ്ങൾ ഓടിയതിനു ശേഷം നിലവിലുണ്ടായിരുന്ന ഗ്രിപ്പുകളെല്ലാം ഇപ്പൊ അതാണ് അതിനകത്തൊരു അപകടകരമായ കാര്യം. ഞാൻ തിരികെ വരാം ശ്രീ യൂസഫ് നാരായണൻകുട്ടി അങ്ങയിലേക്ക്. ചിപ്പ് ചെയ്ത് ഗ്രിപ്പ് ഉണ്ടാക്കിയെങ്കിലും ഗ്രിപ്പ് വണ്ടികൾ നിരന്തരം ഓടുന്നത് പ്രകാരം അത് സ്മൂത്തൻ ചെയ്യും. അങ്ങനെ സ്മൂത്തൻ ചെയ്ത റോഡ് കണ്ണാടി പോലെ മിനുസമാവുന്നു. റോഡിൽ ഡ്രെയിനേജ് ഇല്ലാത്ത സാഹചര്യത്തിൽ വെള്ളം ഒരു അക്വാപ്ലെയിനിങ് ഉണ്ടാക്കുകയും അവിടെ വാഹനത്തിന് നിയന്ത്രണം വിട്ട് വളരെ സാവധാനം വരുന്ന വാഹനങ്ങൾ പോലും ദിശ തെറ്റി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഈ അപകടത്തിൻ്റെയും കാരണം അതുതന്നെയാണ്. വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നതുകൂടി കണക്കിലാക്കുമ്പോൾ അപകടത്തിൻ്റെ ആഘാതം കൂടിയെന്ന് മാത്രം. ചോദ്യം ഇതാണ്, ഇത്തരമൊരു വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെന്തുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത്? ഇതിന് നിരന്തരമായ ഇടപെടൽ ഉണ്ടാവാത്തത്? 2 വർഷമായി ആ റോഡ് ചിപ്പ് ചെയ്തിട്ട് തുടർന്ന് ആ ഭാഗത്തേക്ക് അധികാരികൾ എത്തിയിട്ടില്ല. അവിടെ റോഡിൻ്റെ അവസ്ഥ ആരും പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ ചെരിവ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അവിടെയുള്ള ഡ്രെയിനേജ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴും അതേപടി തുടരുന്നു. ആരോട് ചോദിക്കാൻ, ആര് പറയാൻ?
Debate with Dr. Arun Kumar.